ഹായ്, ഇന്ന് നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്നുള്ളൊരു ഐഫോൺ എക്സ് ആണ്. ആ എക്സിൻ്റെ ബോർഡാണിത്. ഇപ്പോൾ എക്സിൻ്റെ ബോർഡിൽ സാൻഡ്വിച്ച് ബോർഡാണ് വരുന്നത്. അതായത് രണ്ട് ബോർഡുകൾ ലെയറിങ് ചെയ്യുന്നതാണ്. ഇതാണ് രണ്ട് ബോർഡ് സെപ്പറേറ്റ് ചെയ്ത കണ്ടീഷനിലാണ്. ഇതിൽ ഒരുപാട് പ്രിൻറ്റ് മിസ്സിംഗ് ഉണ്ട്. താഴെ വീണ് കഴിഞ്ഞാലാണ് കൂടുതൽ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് വരല്. നമ്മൾ പറഞ്ഞത് കസ്റ്റമർ അത് തന്നെയാണ്, താഴെ വീണ് ശേഷം നെറ്റ്വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ വൈഫൈ വർക്ക് ചെയ്യാത്ത ഇഷ്യൂ ആണ്. ഇപ്പോൾ ഇതിൽ ഈ ലോവർ ബോർഡ് എന്ന സംഭവം ഇതാണ്, താഴെ വരുന്ന ബോർഡ്. ഈ ബോർഡിൽ നമ്മൾ കറക്റ്റ് നോക്കിയാൽ കാണാം, ഇതിൽ ചെറിയൊരു വെൻ്റ് ഉണ്ട്. സിം എടുക്കാത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയോളം വെൻ്റായിട്ട് പൊട്ടിയിട്ടുണ്ട്. അതായത് ഇങ്ങനെ താന്നിട്ടുള്ളത് ഈ ഭാഗം. അപ്പോൾ ഇതേമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ തന്നെ നമുക്ക് ഈ ബോർഡ് മൊത്തത്തിൽ മാറ്റണം. അതായത് ഈ ലോവർ ബോർഡ് സ്വൈപ്പ് ചെയ്യാന്നൊക്കെ പറയും, ബോർഡ് മാറാം. അതായത് മൊത്തത്തിൽ ബോർഡ് മാറില്ലാതെ നമുക്ക് എന്ത് ചെയ്യുക, കംപ്ലൈൻ്റ് ഉള്ള ബോർഡ് ഏതാണോ, അപ്പർ ബോർഡാണോ ലോവർ ബോർഡാണോ നോക്കിയിട്ട് അത് ഫൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് മാത്രം നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ ഇതിൽ ഇഷ്യൂ വെച്ചാൽ വൈഫൈ വർക്ക് ചെയ്യില്ല, സിം എടുക്കാത്ത ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ലോവർ ബോർഡ് ഡാമേജ് ആണ്, അതായത് വെൻ്റായി പോയിട്ടുണ്ട് അടിഭാഗം. അപ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഐ സി നമ്മൾ നെറ്റ്വർക്കിൻ്റെ ഐ സി അതുപോലെ വൈഫൈൻ്റെ ഐ സി ഒക്കെ പ്രധാനപ്പെട്ട ഐ സികൾ ഉണ്ട് എടുക്കാറുള്ളത്. ഈ ഐ സികളൊക്കെ ഇതുപോലെ തന്നെ വേറൊരു ബോർഡിലേക്ക് എന്ത് ചെയ്യണം, മാറ്റിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പഴയ ഫോണ് പഴയ ഡാറ്റകളൊക്കെ നീ തിരിച്ച് കിട്ടുകയും ചെയ്യും, കണ്ടിന്യൂറ്റി വർക്ക് ചെയ്യുകയും ചെയ്യും. അതിന് നമ്മൾ മൊത്തത്തിൽ ബോർഡ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലൊക്കെ പോവുകയാണെങ്കിൽ ബോർഡ് മൊത്തത്തിൽ മാറാനാണ് പറയുക. എന്നാലും തേർഡ് പാർട്ടി സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാത്തിനുള്ള സൊല്യൂഷൻ ഒരു 90% 95% എല്ലാ ഫോണിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ തേർഡ് പാർട്ടിയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ.